തീരുമാനിച്ചിട്ടുണ്ട്. അതിന് തന്നെ നൽകുന്നതായിരിക്കും. അതോടൊപ്പം ട്രൈബൽ വകുപ്പിൽ നിന്നും ശവസംസ്കാരത്തിനുള്ള 10,000 രൂപയാണ് സംസ്കാരത്തിന്. അതും ഇന്ന് തന്നെ ചെയ്യാന്ന് അല്ല അതെ അത് ചെയ്യും. അതെ ട്രൈബൽ സംസ്കാര ചെലവുകള് ട്രൈബൽ വകുപ്പ് അതെ. രണ്ടാമത് ഇവർ പറഞ്ഞ ഒരു കാര്യം 5 ലക്ഷം ഇന്ന് കൊടുത്തിട്ട് ബാക്കി 5 ലക്ഷത്തിന് മാസങ്ങൾ ഇവർ നടക്കണം എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് മാനന്തവാടി രാധയ്ക്ക് കൊടുത്ത അതേ മോഡലില് ഇവർക്ക് ബാക്കി തുക അടിയന്തരമായി കൊടുക്കില്ലേ? കൊടുക്കാനുള്ള എല്ലാ പരിപാടിയും ചെയ്യും, എല്ലാ ഏർപ്പാടുകളും ചെയ്യും. ആദ്യഘട്ടം എന്നുള്ള നിലയിൽ 5 ലക്ഷം കൈമാറാൻ വനംവകുപ്പ് ഇന്ന് തന്നെ കൈമാറുന്നതായിരിക്കും. അടുത്ത് ശവസംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് ട്രൈബൽ വകുപ്പിൽ നിന്നും ധനസഹായം ഇന്ന് തന്നെ നൽകും. ആവശ്യമായ ധനസഹായം ഇന്ന് തന്നെ നൽകുന്നു. ബാക്കി 5 ലക്ഷം രൂപ ഉടനെ തന്നെ കൊടുക്കാനുള്ള പരിപാടി. അത് അതിനൊരു സർട്ടിഫിക്കറ്റ്, അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അവകാശ സർട്ടിഫിക്കറ്റ് അതെ അതിൻ്റെത് നമ്മൾ അടുത്ത ഇപ്പം നേരത്തെ എടുത്ത തീരുമാനപ്രകാരം നമുക്ക് DDCയിൽ അടുത്ത DDCയിൽ വെക്കാവുന്ന ഒരു അഭിപ്രായം വന്നു. ആ തരത്തിൽ നമുക്ക് DDC വെച്ചിട്ടുണ്ട്. പിന്നെ പുനരധിവാസം സംബന്ധിച്ച് നിലവിൽ ഇപ്പം വനംവകുപ്പിൽ പ്രതിനിധികളെടുത്ത് ഇവിടുത്തെ ആൾക്കാരെ കൂട്ടി നിർത്തിക്കൊണ്ട് ഈ പ്രദേശത്ത് തന്നെ പുനഃസ്ഥാപിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നുള്ളതുണ്ട്. അതിന് വനംവകുപ്പ് നേരത്തെ അതിനൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അതെ അത് DDCക്ക് കൊടുത്തതിന് ശേഷം ബാക്കി തീരുമാനം പുനരധിവാസത്തിന്റെ കാര്യത്തിൽ അതും DDC എന്ന് കൂടും. DDC അടുത്ത DDC എല്ലാ അവസാനത്തെ ശനിയാഴ്ചയാണ്. ഇവർ പറയുന്നത് സാധാരണഗതിയിൽ നിങ്ങൾ ഇങ്ങനെ ഉറപ്പൊക്കെ കൊടുത്തിട്ട് പോകും, പിന്നെ അത് നടപ്പാക്കാറില്ല, അതാണ് പ്രശ്നം. ഈ കാര്യത്തിൽ ഇപ്പൊ രാധയുടെ വിഷയത്തിൽ അവിടെ ആശ്രിത നിയമനത്തിൽ പെട്ടെന്ന് തീരുമാനം വന്നു. 5 ലക്ഷം രൂപ രണ്ടാമത്തെ ഗഡു കൊടുത്തത് 2 ദിവസത്തിനുള്ളിലാണ്. അത്ര ഫാസ്റ്റായി എടുത്ത തീരുമാനം ഇവിടെ ഉണ്ടോ? അത്തരത്തിലുണ്ടാവും, വേഗത ഉണ്ടാവും ഇക്കാര്യത്തിൽ.